Om Namah Shivaya. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. വില്യം ഷേക്സ്പിയർ പറഞ്ഞ വചനങ്ങളാണ്. ജീവിതം എന്താണ് എന്ന് അറിയാനുള്ള പരക്കം പാച്ചിലിൽ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് വളരെ കൗതുകരവും വിസ്മയകരവുമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണോ അതിനെ ജീവിതമെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് എപ്പോഴോ എൻ്റെ ഡയറിയിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ യാത്രകൾക്കിടയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യം കേൾക്കുന്നു. ലൈഫ് ഈസ് ഈക്വൽ ടു ഗോഡ്. ജീവിതമെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ഈ ഒരു വചനം നമുക്ക് എറിഞ്ഞു തന്നത് അല്ലെങ്കിൽ നമുക്ക് തന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു ആക്ട്രസ്സാണ്. മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ലെന കുമാർ എന്ന നടി. അപ്പോൾ മാം ഒരു ആക്ട്രസ് മാത്രമല്ല, മാം കൂടുതൽ ഒരുപാട് കാര്യങ്ങളാണ് എന്നിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മാമിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ ബുക്ക് തന്നെ ഇപ്പോൾ പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഒരു ദിവസമാണ്. ഇന്ന് മാമിനൊപ്പം ഇരിക്കാനും അതോടൊപ്പം തന്നെ മാമിൻ്റെ വിശേഷങ്ങൾ അറിയാനുമുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യമേ മാമിനോട് താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി വിത്ത് യു. ജസ്റ്റ് ലൈക്ക് എ ഡ്രീം. കാരണം അപ്രപാടികളിൽ കണ്ട ഒരാളിനെ തൊട്ടടുത്ത് കാണുക എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും മാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ESP പാരാനോർമൽ എന്ന ചാനലിലേക്ക് മാമിനെ ഏറ്റവും ഹൃദ്യമായി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എസ്പെഷ്യലി യൂട്യൂബ് ഒരു വളരെ ബ്രോഡ് പ്ലാറ്റ്ഫോമാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് കിട്ടുന്നത് വെറുതെ ഇൻസ്റ്റൻറ്റ് കുറേ ജഗപൊക എൻ്റർടൈൻമെൻറ്റ് എന്നല്ലാതെ നമുക്ക് ജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇതുപോലൊരു ചാനൽ, ഈ ESP പാരനോർമൽ ചാനൽ കൊണ്ട് നടക്കുന്നതിന് തന്നെ ഐ ഷുഡ് കൺഗ്രാറ്റുലേറ്റ് യു. ആൻഡ് യു ഹാവ് ബീൻ ഓൾറെഡി കണ്ടിന്യൂയിങ് ഇറ്റ് ഫോർ 3 years എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. താങ്ക് യു. വളരെ സന്തോഷം ഇന്ന് നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ആൻഡ് ഇൻസ്പയറിംഗ് വേർഡ്സ് മാം. അപ്പോൾ റൂമി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കോട്ട് മാമിൻ്റെ ബുക്കിൽ ഞാൻ കണ്ടു. യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ, യു ആർ എ ഹോൾ ഓഷൻ ഇൻ എ ഡ്രോപ്പ്. എത്ര മനോഹരമായുള്ള ഒരു വാക്കാണ്, ഒരു വചനമാണ്. ഇപ്പോൾ ലെന എന്ന് പറയുന്ന ആക്ട്രസ് ആക്ച്വലി നമ്മൾ കണ്ടത്, മലയാളികൾ കണ്ടത് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്നാണ്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി യു ആർ എ ഹോൾ ഓഷൻ ഇൻ എ ഡ്രോപ്പ്. അപ്പോൾ മാം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഹൗ യു ആർ കോറിലേറ്റിംഗ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മളെല്ലാവരും അതാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മളത് തിരിച്ചറിയാത്തടത്തോളം നമ്മുടെ ഉള്ളിലൊരു സംഘർഷം ഉണ്ടാവും, അതിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. നമ്മൾ പറയും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ലൈഫിൻ്റെ തന്നെ ഒരു കളി തന്നെയാണിത്. ദാറ്റ് ലൈഫ് ഈസ് ഇറ്റ് സെൽഫ് സെർച്ചിങ് ഫോർ വാട്ട് ഇറ്റ് ഇസ്. ആൻഡ് ഒരു ദിവസം പെട്ടെന്ന് കണ്ടെത്തി, മനസ്സിലായി എന്ന് പറയുന്നൊരു മൊമെന്റ് എത്തുന്നു. ഇറ്റ്സ് എ ഗെയിം ഓഫ് ലൈഫ്. ആൻഡ് നമ്മളെല്ലാവരും അത് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് നമുക്ക് എല്ലാവർക്കും വരേണ്ടതാണ്. വരും, എന്തായാലും വന്നിരിക്കും. അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതുവരെ ഈ സെർച്ച് എന്നുള്ളൊരു ഗെയിം കണ്ടിന്യൂ ചെയ്യും. ബട്ട് അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇറ്റ്സ് ജസ്റ്റ് ദ സെയിം ലൈഫ് ഡൂയിങ് ദ ഹോൾ ഗെയിം, പ്ലേയിങ് ഓൾ പാർട്സ്. അപ്പം എനിക്ക് തിരിച്ചറിവുണ്ടായത് 2004 സോ ഐ വാസ് 23 years old. പക്ഷെ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത് എന്താണ് ഇതുവരെ എന്ന് ചോദിച്ചാൽ, ഒന്ന്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. അതല്ലാതെ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് നമ്മൾ ഒരു സെർച്ചിലോ, നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ വരെ പോവുകയാണ്, നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു, നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നു, ഓക്കെ, അത് ആരോടെങ്കിലും പറഞ്ഞാലും നമ്മൾ ഒരു സ്ഥലം വരെ എത്തി, നമ്മൾ അവിടേക്ക് എത്താനുള്ള ഒരു വഴി കണ്ടെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു വഴി. അതായത് സാധാരണ പോകുന്ന ഹൈവേക്കാളും പെട്ടെന്ന് എത്താവുന്ന ഒരു ഷോർട്ട് കട്ടും കണ്ടെത്തി. എന്നാൽ നല്ല റോഡുമാണ്, നല്ല കാഴ്ചകളും ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ എത്തുകയും ചെയ്യാം. എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ പറയാം.
ആ ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടേ നമ്മുടെ ഇങ്ങനത്തെ സ്പിരിച്വൽ ജേർണി ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ബിക്കോസ് ദെൻ യു ആർ ആഡിങ് വാല്യൂ ടു അതർ പീപ്പിൾ. ഞാനിങ്ങനെ ഒരു യാത്ര പോകുന്നു എന്ന് പറയുന്നതിൽ വേറെ ആർക്കും ഗുണമില്ല. ഓ, നിങ്ങൾ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് കൊള്ളാം അല്ലേ. അപ്പം ദാറ്റ് ഇസ് വൈ ഇറ്റ് ടുക്ക് മീ 20 years or more. So it now took me 20 years എന്ന് പറയാം. I'm 43 now. At 23 I realized this. So ആ 20 years എന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ അത് സത്യത്തിൽ നമുക്ക് ഉണ്ടാവുന്ന അനുഭൂതിയും അനുഭവവും അറിവും നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് ആണ്. ഇത് എങ്ങനെ വേറൊരാളിലേക്ക് നമ്മൾ ഒരിക്കലും ആ എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നത് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ വയ്യ. ഇപ്പൊ നിങ്ങൾ കാണുന്ന കളേഴ്സ് ആണോ ഞാൻ കാണുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്കത് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ ഒരു വഴിയും. ഞാനിപ്പോ ഒരു ഐസ്ക്രീം കഴിച്ചാൽ ഐ കനോട്ട് ഷെയർ ദ ടേസ്റ്റ്. യു കൻ ജസ്റ്റ് ടെൽ മീ ഇന്ന ടേസ്റ്റ്. മറ്റേ ബനോഫി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബനോഫി കഴിച്ചിട്ടുള്ള ആൾക്കേ അറിയുള്ളൂ അല്ലേ. അപ്പൊ അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസിനെ ഹൗ ക്യാൻ ഐ കൺവേ ദിസ് ഇൻ വേർഡ്സ്? ആ സെർച്ച് ആണ് 20 years എടുത്തത്, അല്ലാതെ ഈ എക്സ്പീരിയൻസിനല്ല 20 years എടുത്തത്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ഇഫക്റ്റീവ്ലി ആൻഡ് വൈ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. എന്തുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? എല്ലാവരും അവരവരുടെ യാത്രയിലാണ്, അവർ പോയിക്കോട്ടെ. അപ്പൊ അതിന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ യാത്രയോ അതിലുണ്ടായ അനുഭവങ്ങളല്ല. ഇപ്പൊ ഈ ബുക്കിൽ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ബുക്കിൽ ഐ എം ഷെയറിങ് ദ ടിപ്സ്. അതായത് ഇപ്പൊ ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ വർഷം ആ എക്സാം എഴുതാൻ പോവാണെങ്കിൽ എന്നോട് ചോദിക്കില്ല നിങ്ങൾ യൂസ് ചെയ്ത ട്രിക്സ് ആൻഡ് ടിപ്സ് എന്താണ്. ഇതൊക്കെയല്ലേ നമ്മൾ കോച്ചിങ് ക്ലാസ്സിലൊക്കെ കാണുന്നത്. അതായത് എല്ലാവരെക്കാളും എളുപ്പത്തിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഈ മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴി. അതുപോലെ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഈ ബുക്ക് എഴുതണം എന്ന് തോന്നിയത്. ദാറ്റ് I realized that you can easily convey it through ഒരു 5 W's method. അപ്പോൾ what, who, when, where, why am I, അങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്ന് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഏതൊരാൾക്കും റാഷണൽ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. പക്ഷെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇറാഷണൽ ആൻഡ് ഇല്ലോജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആൻഡ് നമ്മൾ ഈ ചാനലിന്റെ പേര് പോലെ എക്സ്ട്രാ സെൻസറി എക്സ്പീരിയൻസസ് ഉണ്ടാവും. നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളിൽ ഒതുങ്ങാത്ത എക്സ്പീരിയൻസസ് ഉണ്ടാവും. അതൊന്നും ഞാൻ ഈ ബുക്കിൽ ആക്ച്വലി ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ്, ഹൗ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ്, ഓർ വാട്ട് ഈസ് ദ ജേർണി ഓഫ് വാട്ട് ആർ ദ സ്പിരിച്വൽ ഫീലിങ്സ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിംഗ് സെൻസേഷൻസ് അല്ല, നമ്മുടെ സെൻസസിന് ഉപരിയുള്ള ഒരുപാട് റെംസിലുള്ള ട്രാവലും, വാട്ട് ആർ ഹൗ ഡു യു ഫീൽ ആസ്ട്രൽ ട്രാവൽ, ഹൗ ഡു യു എക്സ്പീരിയൻസ് ഓൾ ദോസ് തിങ്സ്. അതൊക്കെ നെക്സ്റ്റ് ബുക്കിലാണ് വരുന്നത്, ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡസ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ ലോജിക്കൽ ഓൾ ദ ആ സൈഡ് ആദ്യം കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇറാഷണൽ ഇല്ലോജിക്കൽ ആൻഡ് സ്പെക്ടാക്കുലർ ഫാന്റാസ്റ്റിക്കൽ എക്സ്പീരിയൻസസിലേക്ക് നമ്മുടെ ബ്രെയിൻ തന്നെ അനുവദിക്കില്ല. പക്ഷേ അതിലോട്ട് എത്താൻ നമ്മുടെ ബ്രെയിനിലെ റാഷണൽ ലോജിക്കൽ സൈഡ് ഉണ്ടല്ലോ, അത് പറയും വേണ്ട, അത് അപകടമാണ്, അങ്ങോട്ട് പോണ്ട, എന്നുവെച്ചാൽ നിനക്ക് വട്ടാവും എന്ന് പറയും. ബിക്കോസ് നമ്മുടെ ലോജിക്കിന് അപ്പുറത്തേക്കുള്ള എന്തും അതിനെ വട്ടെന്ന് പറയാം. ദാറ്റ് ഇസ് വാട്ട് വട്ട് ഇസ്. ബിക്കോസ് നോബഡി നോസ് വാട്ട് ഇസ്. ഈ വട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം ഇതൊരു വളരെ ബ്രോഡ് ടേം ആണ്. ബേസിക്കലി എനിക്ക് മനസ്സിലാവാത്തത് എന്തും അതിനെ സാധാരണക്കാര് വട്ടെന്ന് പറയും. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നോർമൽസിയുടെ ചില പ്രത്യേകമായുള്ള ചെറിയൊരു വിൻഡോ ആണുള്ളത്. ഇതിന്റെ ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ പോയാൽ നിങ്ങൾ പോക്കാണെന്ന് പറയുന്നത്. പക്ഷെ ആ പോകുന്ന വ്യക്തിക്ക് അറിയുള്ളൂ അവരുടെ എക്സ്പീരിയൻസ്. അപ്പൊ ആ എക്സ്പീരിയൻസിൽ എങ്ങനെ നമുക്ക് അതിനെ കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുരോഗമിക്കുകയാണോ ലൈഫില്, അതോ നിങ്ങൾ ബാക്കിലോട്ട് പോയി നിങ്ങൾ യൂസ്ലെസ് ഫോർ സൊസൈറ്റി, യൂസ്ലെസ് ഫോർ യുവർ സെൽഫ്, യൂസ്ലെസ് ഫോർ യുവർ ഫാമിലി ആയി മാറുകയാണോ? ഇതായിരിക്കണം മാനദണ്ഡം. അല്ലാതെ ആർ യു ഫോളിങ് അണ്ടർ നോർമൽ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങളുടെ അബ്നോർമാലിറ്റി കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഇതായിരിക്കണം മാനദണ്ഡം. അപ്പൊ പല സമയത്തും നമ്മൾ ആക്ച്വലി ഇനീഷ്യലി സ്പിരിച്വാലിറ്റിയിലേക്ക് കുതിച്ച് ചാടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നാച്ചുറലി ആ ഒരു ഏതോ ഒരു അനുഭവം കൊണ്ട്, ചിലർക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്നായിരിക്കും ഈ സ്പിരിച്വാലിറ്റി തുടങ്ങുന്നത്. എപ്പോഴും ഒരു അബ്നോർമാലിറ്റി ബിഹേവിയറിൽ കണ്ടിരിക്കും, അത് ഫോർ ഷുവർ. ബിക്കോസ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്
ഈ സെൻസസിന് പുറത്തുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ജസ്റ്റ് എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലാം ഒരു നോർമൽ മെക്കാനൈസ്ഡ് നമ്മളെല്ലാവരും യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. അതിന്റെ അപ്പുറത്തേക്ക് ആര് കടന്നാലും തുടക്കത്തിൽ ആ ഒരു ഗിയർ ചേഞ്ചിന്റെ ഒരു വൈബ്രേഷണൽ ഡിഫറൻസ് ഉണ്ടാവും. സോ അതിനെ സൈക്യാട്രിയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാം, സൈക്കോളജിയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാം ആ ചേഞ്ച് ഓവറിന്. ഇഫ് യു കാൺട്ട് ഹാൻഡിൽ ഇറ്റ് യുവർ സെൽഫ്, ബിക്കോസ് സംടൈംസ് ഇറ്റ്സ് വെരി ഡ്രാസ്റ്റിക്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത്, ഇഫ് യു ഹാവ് ടു ടേക്ക് യുവർ മെഡിക്കേഷൻ ലൈഫ് ലോങ്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പല മെഡിസിൻസിനും ആ സൈഡ് എഫക്ട്സ് ഉണ്ട്. ദാറ്റ് വൺസ് യു സ്റ്റാർട്ട് ഇറ്റ് യു കനോട്ട് സ്റ്റോപ്പ്. ഇപ്പൊ കൊളസ്ട്രോൾ, BP, ഷുഗർ, ഇതിന്റെ ഒക്കെ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയ ഒരാൾക്ക് പിന്നീട് അതൊന്ന് ലൈഫ് ലോങ് മെഡിക്കേഷൻ ആണ്. അതേ പ്രവണത സൈക്യാട്രിക് മെഡിക്കേഷൻ വരുമ്പോ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി പോവാണ്. നിങ്ങൾ എപ്പോഴും ഒരു സിംറ്റമിന് ക്യൂർ കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ സിംറ്റം എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സ്പിരിച്വൽ സെർച്ച്, യു ഷുഡ് ഫൈൻഡ് എ സ്പിരിച്വലി സൂട്ടബിൾ മെത്തേഡ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ലൈക്ക് ഇപ്പൊ ആയുർവേദത്തിൽ ഇഷ്ടം പോലെ ഇതുണ്ട്, പക്ഷെ ആയുർവേദ ഈസ് പാർട്ട് ഓഫ് എ സ്പിരിച്വൽ കൾച്ചർ. ഇറ്റ്സ് നോട്ട് അഗേൻസ്റ്റ് എ സ്പിരിച്വൽ കൾച്ചർ. വെയർസ് വെസ്റ്റേൺ മെഡിസിൻ is not talking about spirituality at all. It is a scientific culture where it's just treat the symptom. ഇവിടെ എന്താ സിംറ്റമിനല്ല നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇനീഷ്യലി സിംറ്റമിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കൈ ഒടിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇടണം. പക്ഷെ എന്താ, കൈ വെട്ടിക്കളയാണോ വേണ്ടത്? അപ്പൊ ആ ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പിലേക്ക് പോവാതിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ വളരെ സിമ്പിൾ ആയിട്ട് പറയും, എനിക്ക് ആങ്സൈറ്റി ആണ്, എനിക്ക് പാനിക് അറ്റാക്സ് ഉണ്ട്, എനിക്ക് ഡിപ്രഷൻ ആണ്. അതായത് ജനറൽ മൂഡ് ഫ്ലക്ച്വേഷൻസും മൂഡ് സ്വിങ്സ് ആർ നാച്ചുറൽ. ദേ ആർ ഫീഡ്ബാക്ക് മെക്കാനിസംസ്. നമ്മളല്ലാണ്ട് ഫ്ലാറ്റ് ആയിട്ട് ജീവിക്കാനാണോ ശ്രമിക്കുന്നത്? പക്ഷെ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് അതാണ് വേണ്ടത്. സോ ഈ സ്പിരിച്വാലിറ്റിയും മെന്റൽ ഹെൽത്തും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂടിക്കുഴഞ്ഞ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ബുക്കില് ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഞാൻ പറയാം. വൺ ഇസ് ഈ 5 Ws, how to approach self-realization. The other is how not to confuse your spiritual journey with a psychological illness. അത് രണ്ടാണ്. So that's also part of these two are the main topics of this book. പക്ഷേ ഈ ലോജിക്കൽ റാഷണൽ ബ്രെയിനിന് ഈ ഉത്തരങ്ങൾ പറയാതെ അതൊരിക്കലും നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ അനുവദിക്കില്ല. കുറച്ചും കൂടെയും ഡേഞ്ചറസ് ആയിട്ടുള്ള പാത്തിലൂടെയാണ് സഞ്ചരിക്കണേന്ന് തോന്നിയാൽ അത് പറയും വേണ്ട, പേടിച്ചു പോകും. ആ ബ്രെയിൻ ആണ് പറയുന്നത്. അപ്പൊ ആദ്യം ഈ 5 ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. വൺസ് യു നോ, ഓ കുഴപ്പമില്ല, ഇതിങ്ങനെ ഈ വഴിയാണ്, ഓക്കെ ലോജിക്കൽ തന്നെയാണ്. അതിൽ കുറെ ഇപ്പൊ നമ്മുടെ ഡ്രീംസ് ഇല്ലോജിക്കൽ അല്ലേ, അതുകൊണ്ട് നമ്മൾ സ്വപ്നം കാണാതിരിക്കാൻ ഞാൻ ഉറങ്ങരുത്, ഞാൻ ഉറങ്ങിയ സ്വപ്നം കാണും, സ്വപ്നം കണ്ട അത് ഇല്ലോജിക്കലാണ്. ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അതേ ഒരു പ്രവണതയുള്ളൂ സ്പിരിച്വാലിറ്റിയിൽ. യു വിൽ ഹാവ് ഫാന്റാസ്റ്റിക്കൽ എക്സ്പീരിയൻസസ്. പക്ഷെ അതിന് പേടിക്കാതിരിക്കാനുള്ള ഒരു ബുക്കാണിത്. ദി നെക്സ്റ്റ് ബുക്ക് വിൽ ബി അബൌട്ട് മോർ പാരനോർമൽ ആക്ടിവിറ്റീസ്. വണ്ടർഫുൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താണ് അവ്യക്തമായ പല മേഖലകളിലേക്കും ലൈറ്റ് വരുന്ന സംഗതിയാണ്. ജസ്റ്റ് ലൈക്ക് ഒരു സ്പിരിച്വൽ പേഴ്സൺ സംസാരിക്കുന്ന പോലെയാണ് മാം ഇപ്പോൾ സംസാരിക്കുന്നത്. ബീങ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഐ തിങ്ക് മാമിന് ഈ 2 കാര്യങ്ങളെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, ട്യൂൺ ചെയ്ത് പറയാൻ പറ്റുന്നു. ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചു, ഡിഗ്രിക്ക് റാങ്ക് ഹോൾഡർ ആയിരുന്നു കേരള സ്റ്റേറ്റിൽ നിന്ന്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ SNDT യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ദാറ്റ് സൈക്കോളജി ഡസ് നോട്ട് ഹാവ് ദി ആൻസേഴ്സ് ടു മൈ ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഞാൻ തപ്പിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മൈൻഡ്, വാട്ട് ഇസ്, ഹൗ ഇസ് ഓൾ ദിസ് വർക്കിംഗ്. അപ്പൊ ഞാൻ വിചാരിച്ച സൈക്കോളജിയിൽ നിന്ന് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതാണ്. പക്ഷെ സൈക്കോളജിയിൽ അതിനുള്ള ഉത്തരങ്ങൾ ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം. സൈക്കോളജി ഈസ് എ മെയിൻ്റനൻസ് ടൂൾ. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഇംബാലൻസസ് നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രിയിലോ നിങ്ങളുടെ ന്യൂറോ കെമിസ്ട്രിയിലോ ഇംബാലൻസസ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ലൈക്ക് എ ക്രച്ച്, ഓർ യു ആർ ഹാവിംഗ് ബിഹേവിയറൽ പ്രോബ്ലംസ്, യു ആർ ഹാവിംഗ് ട്രാൻസാക്ഷണൽ പ്രോബ്ലംസ്. സൈക്കോളജി ക്യാൻ ബി എ ഗൈഡ് ആൻഡ് എ ഹെൽപ്പ് താൽക്കാലികമായിട്ട്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ലോങ് ടേം ബിഗ് ക്വസ്റ്റ്യൻസ് ആണ്. ദോസ് ബിഗ് ക്വസ്റ്റ്യൻസ് സൈക്കോളജി ഡസ് നോട്ട് ഹാവ് ദി ആൻസർ. സോ ബൈ ദി എൻഡ് ഓഫ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് ഇന്റേൺഷിപ്പ് I realized this is not my path. So I left it. Also because പല സമയത്ത് ഇൻഹ്യൂമൻ ആണ്. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ബോംബെയിൽ വൺ ഓഫ് മൈ ഫസ്റ്റ് പേഷ്യൻസ്, അത് ഞാൻ ഈ ബുക്കിൽ എഴുതുന്നുണ്ട്, വാസ് ഗിവൻ ECT. ഞാൻ നോക്കിയിട്ട് വാട്ട് ഇസ് ദ നീഡ് ടു മേക്ക് എ പേഴ്സൺ എ വെജിറ്റബിൾ വിത്ത് ECT. സോ ഇത് ഞാൻ പറയുന്ന അന്ന് ഞാൻ PG ചെയ്യുന്ന കാലത്താണ്. ഇപ്പൊ ഐ എം ഹോപ്പിംഗ് ദാറ്റ് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഇപ്പൊ ഇല്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ട്രീറ്റ്മെന്റ് മെത്തേഡ്, ഇറ്റ്സ് എ ടോർച്ചർ മെത്തേഡ്. മാത്രമല്ല ആള് തിരിച്ചു പോകുമ്പോൾ മാമിന് ഒരു നോക്കുന്നൊരു നോട്ടം ഉണ്ട്. നോട്ടത്തിൽ ഐ ന്യൂ ദാറ്റ് ദിസ് ഈസ് ഓവർ ഫോർ മീ. ഇനി
ഈ മേഖലയിൽ ഒരിക്കലും ഞാൻ പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചത്. പിന്നീട് ഐ ഹാഡ് മൈ ഓൺ, ഞാൻ കാണുന്ന കർമ്മ പോലെ ഇറ്റ് റിട്ടേൺ, ഐ ഹാഡ് ടു ഫേസ് മൈ ഓൺ ടോർച്ചർ ഫ്രം ദിസ് ഫീൽഡ്. സോ ഇറ്റ് ഈസ്, ഞാൻ ആക്ഷേപിക്കുകയല്ല, പക്ഷെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ആൻഡ് പലപ്പോഴും നമ്മളെ ഈ മെഡിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കാത്ത നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്ന നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും. പക്ഷെ അവരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ സ്പിരിച്വാലിറ്റി ഈ ലെവൽ വരെ എത്തിയിട്ടില്ല. സോ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. അവർ നോക്കുമ്പോൾ എന്തോ പ്രശ്നമില്ലേ, ഇപ്പൊ നമ്മൾ മണിച്ചിത്രത്താഴ് വേണമല്ലേ, ശ്രീദേവിക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ, പടത്തിന്റെ എൻഡിലെ മനസ്സിലാവും ശ്രീദേവിക്ക് ഒരു കുഴപ്പമില്ല. സോ അങ്ങനത്തെ ഒരു അവസ്ഥ ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ we are going through an age of enlightenment. Because ഇപ്പോ നമ്മുടെ ഏജ് ഓഫ് ഇൻഫർമേഷൻ കഴിഞ്ഞു. എല്ലാവരുടെ ഫിംഗർ ടിപ്സിൽ അവരുടെ ഫോൺ ഉണ്ട്. ആ ഫോണിൽ ഏത് ചോദ്യം ചോദിച്ചാലും ഈ ലോകത്തിലെ എന്ത് ഇൻഫർമേഷനും അതൊന്ന് കിട്ടും. അതിനി പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തൊട്ട് കണ്ടുപിടിക്കൊന്നും വേണ്ട അല്ലേ, ജസ്റ്റ് ഹാവ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് യുവർ സ്പിരിച്വൽ സെർച്ച് നൗ ഹാസ് ടു ബിഗൺ. അപ്പൊ എന്താ, നമ്മുടെ ഒരു സൈഡിൽ AI-യും ഇന്റർനെറ്റും എല്ലാം കൂടെ ഏജ് ഓഫ് ഇൻഫർമേഷൻ തികച്ചു കഴിഞ്ഞു. ഈവൻ കുട്ടികൾ ഇന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനു സ്കൂളിൽ പോകണം, എന്തിനു ഞാൻ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണം, ഞാൻ ഗൂഗിളിൽ ചോദിച്ചാൽ പോരാ. അപ്പൊ അവരോട് എന്ത് ചോദ്യം ചോദിച്ചാലും അവർ ചോദിക്കുന്നത് അലക്സ അല്ലെങ്കിൽ സിറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. കാരണം കുട്ടികൾ ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ ഹ്യൂമാനിറ്റി? As human beings, our next step is to move towards self-realization. Yeah, exactly. ഇപ്പൊ നമ്മൾ എബ്രഹാം മാസ്ലോസ് പിരമിഡ് എടുത്താൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് നീഡ് എന്താണ്? നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് തികഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും ഓൺ എ വേൾഡ് ബേസിസ്. നമ്മൾ ഫുഡിന്റെ സർപ്ലസ് ഉള്ള പല രാജ്യങ്ങളുണ്ട്. ഫുഡ് സർപ്ലസിലാണ്, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ്കോഴ്സ് പോവർട്ടി ഉള്ള രാജ്യങ്ങളും ആൾക്കാരുമുണ്ട്. ബട്ട് ജനറലി നമ്മൾ അപ്പൊ ആ അവസ്ഥയിൽ ഇറ്റ്സ് ബിക്കോസ് വി ആർ നോട്ട് ഡൂയിങ് ദ ഓപ്പോസിറ്റ് നൗ. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതെത്തിയ ഒരാൾക്ക് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി തികയും. സോ അതിന്റെ കാലഘട്ടത്തിലോട്ട് നമ്മൾ അറിയാതെ നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു ബിക്കോസ് ഓഫ് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഓൾറെഡി എല്ലാ ഇൻഫർമേഷൻ ഉണ്ട്. അവർ വന്ന് ഞാൻ എങ്ങനെ ഇതിനെ യൂസ് ചെയ്യും, അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അപ്പൊ അവരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ജോലിയുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല, മനസ്സിന്റെ ഒരു തൃപ്തി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. They lack something and they don't know what it is. So that what ആണ് ഞാൻ പറയുന്നത്, it is self realization. Without reaching that now you can never have peace in your life because everything else is available. അപ്പൊ അവരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ജോലിയുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല, മനസ്സിന്റെ ഒരു തൃപ്തി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. They lack something and they don't know what it is. So that what ആണ് ഞാൻ പറയുന്നത്, it is self realization. Without reaching that now you can never have peace in your life because everything else is available. അപ്പൊ അതിനുള്ള ചെറിയ ഗൈഡും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഞാൻ സംസാരിക്കുന്ന പോലത്തെ ഭാഷയിൽ തന്നെ ഉള്ള ഒരു ബുക്കാണ്. ഉടനെ മലയാളത്തിൽ DC ബുക്സ് ദൈവത്തിന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ ഈ ബുക്കിന്റെ ടൈറ്റിൽ പലർക്കും കൗതുകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ജോക്ക് ബിക്കോസ് ഞാൻ പറയുന്നത് I was first considered abnormal when I said that I am God and you are God and everything is God. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട്, നമ്മുടെ മകൾക്ക് എന്തോ പറ്റി അല്ലേ. അപ്പൊ അത് ഇറ്റ്സ് കോസിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് തത്വമസി നോട്ട് ടു സ്പീക്ക് ഇറ്റ്. ബിക്കോസ് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് വട്ടറ പോലെ തോന്നും. അത് മനസ്സിലാവാത്ത ഒരാൾക്ക് നിങ്ങളെ കാണുമ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. അപ്പൊ ഇത് പേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയോ, ഈ എല്ലാവരും ആസ്ക് മീ ചെയ്താൽ എല്ലാവരും തമ്മിൽ മനസ്സിലാവുമ്പോ നമ്മളെല്ലാവരും ഉണർന്നിരിക്കുകയാണോ. ആക്ച്വലി ഇപ്പൊ സൊസൈറ്റിയിലെ അവസ്ഥ എന്താണെന്നറിയോ, നമ്മൾ ഈ രാവിലെ ഉണർന്നു എന്നാൽ നമ്മൾ കണ്ണു തുറക്കാതെ ബെഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ബാക്കിയുള്ളവർക്ക് കണ്ടതൊന്നും നമ്മൾ ഉറങ്ങുകയാണ്, നമുക്കേ അറിയുള്ളൂ നമ്മൾ ഉറങ്ങുമല്ല, നമ്മൾ ഉണർന്നു കഴിഞ്ഞു, പക്ഷെ വെറുതെ ഇവിടെ കണ്ണുടച്ച് കിടക്കുകയാണ്.
So that is the situation for most people in society. But this book is not something that's going to tell you something very new from the Advaitic standpoint or anything. But ഈ ബുക്കിന്ന് നിങ്ങളോട് ജസ്റ്റ് പ്രാക്ടിക്കൽ വിസ്ഡം, പ്രാക്ടിക്കൽ തിങ്സ് ടു ഡു. നിങ്ങൾ ഓൾറെഡി ഉണർന്നെങ്കിൽ ഒന്ന് എല്ലാവരും അറിയിക്കൂ നിങ്ങൾ ഉണർന്നു, ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് അവർ ഹോൾ സൊസൈറ്റി. വി ആർ വെരി അവേക്ക്, വി നോ സോ മെനി തിങ്സ്. പക്ഷെ നമ്മൾ അറിയാവുന്നതൊക്കെ വേണ്ട പറയേണ്ട, ആൾക്കാരെന്ത് വിചാരിക്കും, ഈ ആൾക്കാരെന്ത് പറയും, ഇതെല്ലാവരും തമ്മിൽ വിചാരിക്കുകയാണ്. സത്യത്തിൽ അവരെല്ലാവരും are awake. They are already spontaneously awake. ഇപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും you already know it, but now നമ്മൾ പറയാൻ നോക്കുകയാണ്, ഇല്ല എനിക്കിത് മനസ്സിലായിട്ടില്ല, ഞാൻ ഈ ബുക്ക് ഇനിയും പല തവണ വായിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അത് സത്യമല്ല. ആക്ച്വലി അതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സമ്മതിക്കാനുള്ള മടി ഉണ്ടല്ലോ നമുക്കിപ്പോ, ബിക്കോസ് വി ആർ അഫ്രൈഡ് ഓഫ് സൊസൈറ്റി. ഇത് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുള്ളവര് ഒന്നല്ലെങ്കിൽ സ്വാമിമാരോ സാധുക്കളോ ഋഷിമാരോ ഒക്കെ ആയിരുന്നു. ഇത് പറയാൻ ഞാൻ ആരാ എന്നുള്ള ഒരു സ്പെഷ്യൽ ലെവൽ അറ്റയർ വേണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഡ്രസ്സിങ് ചെയ്ത് വളരെ നോൺ മെറ്റീരിയൽ വേൾഡിൽ ഹൗ ക്യാൻ സംബഡി ഹു ലിവിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ടോക്ക് അബൌട്ട് ദിസ് എന്ന് ചോദിക്കുക. വി ആർ സപ്പോസ് ടു ഡു ദാറ്റ്. നമുക്ക് എന്താ മെറ്റീരിയലും സ്പിരിച്വാലിറ്റിയും. ജിതു കൃഷ്ണമൂർത്തി തന്നെ അദ്ദേഹത്തിന്റെ ഒരു കോട്ടിനെ കുറിച്ച് എവിടെയോ ഒരു ചെറുതായിട്ടൊന്ന് വഴക്കിട്ടു, മീൻസ് എന്തോ ഒരു കാര്യത്തിന്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ, ഹൗ ക്യാൻ യു ഇൻഡൽജ് ഇൻ സച്ച് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. If you have spiritually understood the meaning of life, you actually have all possibilities. നിങ്ങൾ ഇത് ഉണ്ടെങ്കിൽ അതില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ല. ഇത് ഈ കാലഘട്ടത്തിൽ എസ്പെഷ്യലി ബിക്കോസ് നമ്മളിവിടെ ശ്രമിക്കാൻ നോക്കുന്നത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വേൾഡിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ, കാശ്, പണം, പ്രശസ്തി ഇതൊക്കെ ഉണ്ട്, പ്രോസ്പെറിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഇല്ല. സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ ബാക്കി ഒന്നും പാടില്ല എന്ന് പറയുന്ന ആ റൂൾ എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? സോ വാട്ട് വി വാണ്ട് ഇസ് എ combination of both. So I feel that over 20 years I have achieved that. ആൻഡ് ഒരു അപാകത ഉണ്ടായിരുന്നത് ഐ വാസ് ലിവിങ് അലോൺ. അപ്പോഴും ആൾക്കാർ പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ആവാം, ഞങ്ങളൊക്കെ വീടും കുടുംബവും കല്യാണം കഴിച്ചവരാണ്. ഇപ്പൊ അതും തികഞ്ഞു. അപ്പോൾ അതും ഈ വർഷം കഴിഞ്ഞപ്പോൾ നൗ എവറിബഡി സിങ് അയ്യോ ഇനിയിപ്പോ എന്ത് കുറ്റം കണ്ടുപിടിക്കാം. ബിക്കോസ് ദ പോയിന്റ് ഈസ് നമ്മൾ എന്തിനാ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കണേ? നമ്മളിൽ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നെ ആൾക്കാര് കുറ്റപ്പെടുത്തുമ്പോ ഇറ്റ് ഇസ് ബിക്കോസ് ദേ ആർ അവേക്ക്. അപ്പൊ നീ എന്തിനാ ഉണർന്നു എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും ഇവിടെ ഓർക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മിക്കവരും, ഞാൻ എല്ലാവരും എന്ന് പറയുന്നത്, മിക്കവരും ആക്ച്വലി സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം അവര് വളരെ സ്പിരിച്വലി അവേക്കാണ്. പക്ഷെ അവര് ഇല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ നോക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? ആസ് എ സൊസൈറ്റി വി ആർ ഓൾ പ്രിറ്റൻഡിങ് ടു ബി സ്ലീപ്. ഉറക്കം നടിക്കുന്ന ഒരാളെ നമുക്ക് ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സോ ഐ എം സെയിങ് ഇറ്റ് ഇസ് ടൈം ഫോർ അസ് ടു വേക്ക് അപ്പ് ആൻഡ് ക്ലെയിം ആ റെസ്പോൺസിബിലിറ്റി. നമ്മൾ എന്തിനാ ഞാൻ ഉണർന്നു പറയാത്തത്? ബിക്കോസ് അത് ചെയ്ത റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നൗ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു യുവർ പീപ്പിൾ, എവരിവൺ അറൗണ്ട് യു. ബേസിക്കലി നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വരും. മറ്റേത് നമ്മൾ പറയാണ് ഞാൻ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക, എനിക്കൊന്നും അറിയില്ല, ലൈക്ക് മറ്റേ ബമ്പർ സ്റ്റിക്കർ പോലെ ഡോണ്ട് ഫോളോ മീ ഐ എം ഓൾസോ ലോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആരും നമ്മളെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാനിത് കുറെ കൊല്ലം ചെയ്ത ഒരാളാണ്. ഒരു ഇന്റർവ്യൂവിലും ഒന്നും അധികം സംസാരിക്കില്ല, എന്ത് ചോദിച്ചാലും അങ്ങനെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് അറിയാവുന്നത് ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യണ്ട. ഇത് ഷെയർ ചെയ്താൽ ഇനി അവരെങ്ങനെ എടുക്കും, എന്നെ കളിയാക്കുവോ, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പേടിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ വലിയ തത്വങ്ങൾ പറയേണ്ട ആവശ്യമില്ല, തത്വങ്ങൾ എല്ലാവർക്കും അറിയാം. ഫിലോസഫീസ് എവറിവെയർ, സ്പിരിച്വാലിറ്റിയുടെ സ്ക്രിപ്റ്റേഴ്സ് എല്ലായിടത്തും ആവശ്യത്തിൽ കൂടുതൽ കിട്ടാനുണ്ട്. ഇന്നില്ലാത്തത് ഇതിനെ കോമൺ സെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇല്ലാത്തത്. ഞാൻ അത് മാത്രമാണ് ഇൻസ്റ്റിൽ ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് ബുക്ക് ഇസ് ഡൂയിങ് ഇറ്റ്സ് ജോബ്. ബിക്കോസ് കുറെ പേര് ഇപ്പോൾ എനിക്ക് നല്ല ഇമെയിൽസ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്, ആൻഡ് ഇന്റർവ്യൂസ് ലൈക്ക് ദിസ് ഐ ഹാവ് ഡൺ ക്വൈറ്റ് എ ഫ്യൂ വെരി ഗുഡ് ഇന്റർവ്യൂസ്. അപ്പൊ അതിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ആസ് എ സൊസൈറ്റി വി ആർ ഗ്രോയിങ്. ഇപ്പോൾ ധാരാളം ക്വട്ടേഷൻസ് സാധാരണ പല ബുക്കുകളിലും നമ്മൾ കാണാറുണ്ട്. നോർമലി മറ്റ് പല ആളുകളുടെയും കോട്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ മാമിൻ്റെ ബുക്കിൽ കൂടുതലായിട്ടും മാമിൻ്റെ തന്നെ കോട്ടുകൾ ഞാൻ കണ്ടു. അതിലെനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരെണ്ണമുണ്ട്, വളരെ രസകരമായ ഒരെണ്ണമുണ്ട്. ഞാൻ എൻ്റെ പരിധിക്ക് നന്ദി പറയുന്നു, കാരണം അതിലൂടെ ഞാൻ എൻ്റെ അനന്തതയെ അറിയുന്നു. ഞാൻ എൻ്റെ നശ്വരതയെ അറിയുന്നു, അതിന് ഞാൻ നന്ദി പറയുന്നു, കാരണം അതിലൂടെ എനിക്ക് എൻ്റെ അനശ്വരതയെ അറിയാൻ പറ്റും. എത്ര മനോഹരമായുള്ള വേർഡ്സാണ്. ആക്ച്വലി ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. കാരണം ആ ഒരു
മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറഞ്ഞൊരു കണക്ഷൻ, അതർവൈസ് വി ക്യാൻ സേ ദ ജീവാത്മാ ആൻഡ് പരമാത്മ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും മെച്ചുവറായിട്ടുള്ള ലൈൻസ് എങ്ങനെയാണ് മാമിന് എഴുതാനായിട്ട് സാധിച്ചത്? ഇത് ഈ പറയുന്ന അനന്തതയിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷെ ഈ മോർട്ടലായിട്ടുള്ള ഈ ശരീരമാണ് അത് എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സുമല്ല എന്ന് എനിക്കറിയാം. ഞാൻ അതാവുന്നു, ഐ ആം ദാറ്റ്. ബട്ട് എവറിബഡി എൽസ് ക്യാൻ ഓൺലി സീ 5 ഇന്ദ്രിയങ്ങൾ വെച്ച് കാണുന്ന അത് മാത്രമാണ് നമ്മളെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ഇതിന്റെ തെറ്റിദ്ധാരണ. ഇത് നമ്മുടെ ഒരു വെഹിക്കിൾ മാത്രമാണ്. ദിസ് ഇസ് ഡൂയിങ് ഓൾ, ഇറ്റ്സ് എ ടൂൾ, ദ ബോഡി. വെൻ വി തിങ്ക് ദാറ്റ് ഐ ആം ദ ബോഡി, ദെൻ വി തിങ്ക് ഐ ആം ദ വിക്ടിം. ഞാൻ എൻ്റെ ശരീരമാണെങ്കിൽ ജീവിതം എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സാണെങ്കിൽ ജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ജീവനാണെങ്കിൽ അപ്പോൾ ഈ ശരീരവും മനസ്സും എൻ്റെ ടൂൾസ് ആണ്. സോ ഞാൻ അതുമായിട്ടാണ്, ലൈഫുമായിട്ടാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഐ ആം ലൈഫ് ആൻഡ് ദിസ് ഇസ് മൈ ബോഡി. സോ അത് ഞാൻ എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ് ഇന്റർവ്യൂസ് ആൻഡ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. ഇപ്പോൾ ടെഡെക്സ് ടോക്കിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയാറുണ്ടോ എൻ്റെ ശരീരം എൻ്റെ മനസ്സെന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഉവ്. അപ്പൊ ആരാണിത് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലോസ്റ്റ് ആവുകയാണ്. ബിക്കോസ് നമ്മൾ അത്ര അധികം നമ്മുടെ ബോഡിയും മൈൻഡുമായിട്ട് അതാണ് ഞാൻ എന്ന് വിചാരിച്ചു പോയി. അത് മാത്രമാണ് ഇവിടുത്തെ തെറ്റിദ്ധാരണ. ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ വൈ യു ആർ നോട്ട് ഫീലിംഗ് സെൽഫ് റിയലൈസ്ഡ്. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ദ സെൽഫ്. ബോഡിയാണ് നിങ്ങളെങ്കിൽ എന്തിനാണ് എന്റെ ശരീരം എന്ന് പറയുന്നത്? ഞാൻ ശരീരം എന്നല്ലേ പറയേണ്ടത്? എനിക്ക് പനിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? എനിക്കല്ലല്ലോ പനിക്കുന്നത്, ശരീരത്തിനല്ലേ പനിക്കുന്നത്. അപ്പൊ ആ ഡിസ്റ്റിങ്ഷൻ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺഫ്യൂഷൻ മാറും. അപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിന്റെ മേൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. ഞാനത് രണ്ടും അല്ലല്ലോ. അപ്പൊ ഇതിനെ രണ്ടിനെ എനിക്ക് നിയന്ത്രിക്കാം. ഇത് ഞാൻ അത് രണ്ടും ആണെങ്കിൽ അതിനെ ആര് നിയന്ത്രിക്കും? അപ്പോഴാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് സംതിങ് ഔട്ട്സൈഡ് ഈസ് ബിഗർ ദൻ മീ, ദാറ്റ് വിൽ കൺട്രോൾ മീ. ദാറ്റ്സ് ബിക്കോസ് യു ആർ ഐഡന്റിഫൈങ് വിത്ത് ദ ബോഡി. ഞാൻ ഈ ശരീരമാകുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ശരീരത്തിനും മേലെയുള്ള എന്തോ ഇതിനെ നിയന്ത്രിക്കും എന്ന് വിചാരിക്കുന്നത്. ആ എന്തോ എവിടെയായിരിക്കുന്നത്? അതെങ്ങനെ നിയന്ത്രിക്കും? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എന്ന് പറയുന്ന ഞാൻ, ആ ഞാൻ എന്താണ്? അപ്പൊ ഈ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുതിരവട്ടം പപ്പുചേട്ടന്റെ ഡയലോഗൊക്കെ ഭയങ്കര വിചിത്രമായിട്ടും കൗതുകഫലമായിട്ടും തോന്നുന്നത്. പക്ഷെ അതിലൊരു സത്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഇത്രയും വർഷങ്ങളായിട്ട് ആ തമാശ ആയിട്ടിരിക്കുന്നത്. അതിൽ ലേയേഴ്സ് ഓഫ് ഡെപ്ത് ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും. സോ ദാറ്റ് ഞാൻ എന്താണെന്നുള്ളത് യൂഷ്വലി ഒരു ബുക്കിലും തുറന്നടിച്ച് പറയാറില്ല. ബിക്കോസ് അത് നീ ആവുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് അത് പറയുന്നില്ല. ബിക്കോസ് എന്താ ഇത്രയും കാലം വരെ അത് പറയാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇനിയും കളി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏജ് ഓഫ് ഇൻഫർമേഷൻ കഴിഞ്ഞു. ഏജ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയാലും നിങ്ങൾ ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ഇവിടെ ഈ ബുക്കിൽ പറയുന്നു ഈ ഞാൻ എന്ന് പറയുന്നത് ജീവനാകുന്നു. ലൈഫ് ഈക്വൽസ് ഗോഡ്, ലൈഫ് ഈക്വൽസ് I equals life equals God. Now what will you do with this information? Now how will your life change? നിങ്ങൾ my life എന്നല്ല പറഞ്ഞ I am life and I am living and I have this body and this mind to use as my tools to live. ഈ അറിവ് നമ്മൾ കുറച്ച് നാളെടുക്കും ഇതൊന്ന് സ്റ്റഡി ആവാൻ. നമ്മൾ വീണ്ടും വിചാരിക്കും ഞാനാണ് ശരീരം. പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ പറയും അല്ല, ഇത് എന്റെ ശരീരമാണ്. Now you will start controlling your body. You will control your mind. Then life will be very different. And that life is you. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. ബിക്കോസ് നോബഡി ടെൽസ് us what is the answer. ഇതുവരെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ബുക്കിൽ തുറന്നടിച്ചു പറഞ്ഞു. എനിക്ക് ആക്ച്വലി ഒരു ഫ്രണ്ട് ഉണ്ട് ഹു ഇസ് an IAS officer. ആൾ എന്നോട് ഈ ബുക്ക് വായിച്ചിട്ട് പറഞ്ഞു I don't know whether to congratulate you or to be angry with you for telling the answer openly. അതാണ് സത്യം. ബിക്കോസ് നമ്മള് ഈ ഒരു കടുങ്കഥ നമ്മള് പൊളിച്ച പോലെ ആയിപ്പോയി, സ്പോയിലർ അലേർട്ട് പോലെ. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം. ബിക്കോസ് 20 years ഞാനിത് പറയാതിരുന്നു. ഐ തിങ്ക് നൗ ഇസ് ദ ടൈം ടു സേ ദിസ് ഇസ് ദി ആൻസർ. സോ ഇഫ് യു ഹാവ് ദ ആൻസർ വാട്ട് വിൽ യു ഡു വിത്ത് ഇറ്റ്? നൗ ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ കടുങ്കഥ ഇപ്പൊ ഉത്തരം അറിഞ്ഞുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നോ? ഇസ് യുവർ ലൈഫ് ബെറ്റർ? Are you more comfortable? Are you more happy? നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടായോ? ഈ ഇൻഫർമേഷനിൽ പുരോഗതിയെ വരുള്ളൂ. ഹൗ കൻ യു ഹാവ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നല്ലോ. സോ ദാറ്റ് ഷുഡ് ബ്രിങ് ബെറ്റർമെന്റ് ടു യുവർ ലൈഫ്.